16 വയസ്സ് തൊട്ട് ദൈവീയ ദർശനം പോലെ കൃഷ്ണനെയും ഗുരുവായൂരപ്പനെയൊക്കെ ഞാൻ ഇങ്ങനെ ദർശനം 2-3 കൊല്ലത്തിലൊക്കെ കണ്ടോണ്ടിരുന്ന ആളാ. നിങ്ങൾ വിശ്വസിക്കുന്നു? മഴ സ്റ്റോപ്പ് ചെയ്ത് നിർത്താനുള്ള പവറുണ്ട് അനുജയ്ക്ക്. എന്റെ കൊടുകായി അത് ഭയങ്കര സംഭവമല്ലോ. എനിക്ക് വിശ്വാസമായി. ഞാനെനിക്ക് വട്ടാണെന്ന് വിചാരിക്കരുത്. കൃഷ്ണന്റെ ഓടക്കുഴൽ നാദവും കൃഷ്ണനെ ഞാൻ കൃത്യമായിട്ട് കണ്ടു. ഇല്ല, ഇത് കറക്റ്റ് ആയിട്ട് ഞാൻ കണ്ടതാ. ഗംഭീരമായ ഒരു പാർക്കിലാണ് നിൽക്കുന്നത്. എൻ്റെ അപ്പുറത്തൊക്കെ കമിതാക്കളുണ്ട്, പ്രണയികളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുണ്ട് എന്ന് വേണ്ട ജോഡിക്കണക്കിന് ആൾക്കാരാണ്. പക്ഷേ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ഇങ്ങനെ വിജനമായ ഒരു സ്ഥലത്ത് ഇങ്ങനെ പേടിയോടെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് കാണാൻ പോകുന്നത്. അനുജ എന്നാണ് പേര്. ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീക്ക് പേടിയാണ്. എവിടെ പോയാലും ആൾക്കാർ സംശയദൃഷ്ടിയോട് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുന്ന തലച്ചോറ് കൊണ്ടുള്ള കളിയാണ്. ഒരുപാട് പേര് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് അനുജ. അനുജ, ഇവിടെ എന്ത് പരിപാടി? ഒറ്റയ്ക്ക് ഇരിക്കുമല്ലേ? അതായത് എന്റെ തലച്ചോറ് കൊള്ളയടിച്ചോണ്ടിരിക്കുക. അതായത് സഹജീവൻ സ്പെഷ്യൽ സ്കൂളിലെ ബ്രഹ്മനായകം, ബിനു, സിബി, അങ്ങനെ അതെ. അതായത് എനിക്ക് 8 ആക്സിഡന്റ് ഉണ്ടാക്കി. 8 ആക്സിഡന്റ് ഉണ്ടാക്കി. ഏത് നിമിഷവും ഞാൻ മരണപ്പെടും. അധികകാലം ഇനി കാണാൻ ഒക്കത്തില്ല. അതെ, മാത്രമല്ല എന്റെ ഫാമിലിക്ക് ഇട്ടിപ്പം പണിഞ്ഞ് 2 പേർക്ക് ഒറ്റയടിക്ക് ക്യാൻസർ വന്ന് അത് ഇവന്മാര് പണിഞ്ഞതാ. കാരണം എന്ന് വെച്ചാല് ഒരു 2 മാസം കൊണ്ടാണ്. 2 മാസം കൊണ്ട് ഇപ്പം 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഒറ്റയടിക്ക് 2 പേർക്ക് ക്യാൻസർ. ഞാൻ പഠിപ്പിക്കാൻ പോണിടത്തൊക്കെ ക്യാൻസർ വ്യാപകമായ രീതിയിൽ ഞാൻ കേട്ടോണ്ടിരിക്കുക. അപ്പം നേരത്തെ തന്നെ എനിക്കറിയാം ഈ ഇലക്ട്രോണിക് ഡിവൈസ് വെച്ച് ഇവര് ഡേറ്റ ചോർത്തുന്നതിന്റെ ഭാഗമായിട്ട് മെമ്മറിയിലേക്ക് വരുന്നതിന്റെ സൈഡ് എഫക്റ്റിലാണ് അതായത് ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നു. ചുരുക്കി പറഞ്ഞ് പേടിച്ചാണ് ഇവിടെ കഴിയുന്നത്. 8 തവണ വണ്ടി കൊണ്ട് ഇടിക്കാൻ നോക്കി. ഇനി 9ാമത്തെ തവണ വരാതിരിക്കാൻ വേണ്ടി ആൾക്കൂട്ടത്തിന് ഇടയിൽ നിൽക്കുവാണ് അല്ലേ? ഇവിടെ നിൽക്കുവാണ്, പെട്ടെന്ന് വണ്ടി കൊടുത്തില്ലല്ലേ? അതിന് വണ്ടി കൊണ്ട് ഇടിച്ചു കൊല്ലാൻ നോക്കുന്നത്. അതായത് എന്റെ ഡേറ്റ മാക്സിമം അവർക്ക് ചോർത്തിയെടുക്കുക പട്ടികള്. ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന വെച്ചാൽ ഇഷ്ടമാതിരി ടോർച്ചർ ചെയ്ത് സ്കൂൾ തലത്തിൽ എന്നെ ഇഷ്ടമാതിരി ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് ഞാൻ കേസ് കൊടുത്തതാ. ഈ അനുജ നല്ല പഠിക്കാനൊക്കെ അതായത് ഡിഫറെന്റ് ടാലന്റ് എന്ന് പറഞ്ഞാണ് എന്റെ ഡേറ്റാസ് മുഴുവനും ചോർത്തിയെടുത്തത്. ഡിഫറെന്റ് ടാലന്റ് ഉള്ള ആളാണോ? അതെ. ഡാൻസ് ചെയ്യോ? ഡാൻസ് അല്ല സാർ, സ്പിരിച്വലില് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് അവന്മാർക്ക് ആവശ്യമുണ്ട്. അത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് അതിന് യാതൊരു വാല്യൂ ഇല്ലാതാക്കുക എന്നതാ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അനുജയെ നിഷ്കാസനം ചെയ്ത് കൊലപ്പെടുത്തി മണ്ണിനടിയിലാക്കുക. ഒരു പാവപ്പെട്ട സ്ത്രീയുടെ അവസ്ഥ കൊല്ലം കൊണ്ട് ഞാനിങ്ങനെ അതായത് 7 കൊല്ലം കൊണ്ട് ഞാനിങ്ങനെ അനുഭവിച്ചോണ്ടിരിക്കണം. ഇത് കണ്ടോ, ഈ പാവപ്പെട്ട സ്ത്രീ രാവിലെ ഈ ബാഗും തൂക്കി ഇറങ്ങും. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയിരിക്കും. കാരണം എപ്പോഴെങ്കിലൊക്കെ തിരിച്ച് വീട്ടിൽ പോകും. കാരണം ഏത് സമയത്ത് വണ്ടി കണ്ടാല് പേടിയാണ് അല്ലെ? എന്തുകൊണ്ടാ? അപകടത്തിൽ ഇടിച്ചു കൊല്ലും. 8 ആക്സിഡന്റ് വന്നു. അപ്പം എന്ത് വണ്ടി ഇടിക്കുന്നത് കൂടുതൽ? നമുക്ക് അങ്ങോട്ട് മാറി പലതരത്തിലുള്ള വണ്ടികളാണ്. ഞാൻ തൂക്കി വെച്ചോട്ടെ. കാർ ഇടിച്ചിട്ടുണ്ട്. കാർ ഇടിച്ച് ഒരു നെല്ലട ഇതിലാണ് രക്ഷപ്പെട്ടത്. പിന്നെ അല്ലാതെ എന്നെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്. പാവം കേട്ടോ, സത്യം പറഞ്ഞു. അപ്പൊ ഇത് സത്യം പറഞ്ഞു ഇതിനകത്തൊക്കെ എന്ത് ഭയനത്ത് നിറച്ചെന്തുള്ളത്? ഞാൻ സ്പീച്ചാണ് എടുക്കണത്. അപ്പൊ ആ കുഞ്ഞുങ്ങളെ എക്യുപ്മെന്റ്സും പിന്നെ രേഖകളും. അപ്പൊ ഇതിനകത്ത് പരാതി കൊടുത്തതിന്റെ എല്ലാത്തിന്റെ രേഖകളും ഉണ്ടല്ലേ? എല്ലാത്തിന്റെ രേഖകൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. പിന്നെ വേണമെങ്കിൽ എന്നെ സയന്റിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് അതായത് സയന്റിഫിക് ആയിട്ട് നിങ്ങൾ ഏത് പരീക്ഷണം നിന്ന് കൊടുക്കാൻ തയ്യാറാണോ? അതായത് എന്റെ ഡേറ്റാസിന് എത്രമാത്രം മൂല്യമുണ്ട് എന്നത് നിങ്ങൾക്ക് പരിശോധിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ അനുജയുടെ തലച്ചോറ് ഏതോ ഒരു കുറച്ച് പേര് പറഞ്ഞല്ലോ, അവർ പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെ ശരീരത്തിൽ വേറെ വല്ലതും വരും? അതായത് ഈ നെഗറ്റീവ് എനർജി ബോഡിയിലേക്ക് വരുമ്പോൾ ബോഡി വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യോ? എങ്ങനെ വിറക്കി? എങ്ങനെ കൈ വിറയ്ക്കാറുണ്ട്. നമ്മള് ഇന്ന് വിറച്ചായിരുന്നോ? ഇന്ന് വിറച്ചില്ല, ഇന്നലെ വിറച്ചായിരുന്നു. ഇന്നലെ വിറച്ചായിരുന്നു. അതായത് വൈകുന്നേരം. എത്ര മണിക്ക്? ഒരു 7:30, 8 മണിക്കകത്ത്. അതായത് ഇങ്ങനെ ബോഡി വിറയ്ക്കും. അത് മാത്രം എന്റെ കുഞ്ഞിന്റെ കാല് ഇങ്ങനെ വിറയ്ക്കാറുണ്ട്. അതിനോട് പറഞ്ഞ അതിന് അത്രത്തോളം അറിഞ്ഞുകൂടല്ലോ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അല്ലേ. കുട്ടിക്ക് പ്രോബ്ലം ഉണ്ട്. എന്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഓരോരുത്തർക്കും പ്രശ്നം. അതായത് നമ്മള് സാലറി വാങ്ങിച്ച് 5-ാം തീയതി സാലറി വാങ്ങിച്ചാൽ ഒരു 15-ാം തീയതി വാക്കിന് ആ സാലറി അസുഖം വന്ന് തീരും.
അസുഖം പിടിപ്പിക്കുക. അസുഖം പിടിപ്പിക്കും. ഇപ്പൊ എന്തൊക്കെ അസുഖം വന്നിട്ടുണ്ട് അനുജയ്ക്ക്? എനിക്ക് ഈ ഹാർട്ട് വേരിയേഷൻ, ഇവന്മാര് ഹാർട്ടിലാണ് നോക്കുന്നത് അല്ലേ? ഹാർട്ട് വേരിയേഷൻ വന്നിട്ടുണ്ട്. പിന്നെ മൈഗ്രെയിൻ പോലെ തലച്ചോറിന് ഈ പുറകു വശത്താണ് ഇലക്ട്രോണിക് ഡിവൈസ് ഇങ്ങനെ അടിച്ചു കയറ്റുമ്പോൾ പെട്ടെന്ന് ടക്കന ഇവിടെ മുഴച്ചു വരും. നോക്കട്ടെ, കാണിച്ചു. മഴയുണ്ടോ നോക്കട്ടെ. ഇപ്പോഴും ഞാൻ അത് ഐസ് ക്യൂബ് വെച്ച്, മഴയുണ്ടോ ഇവിടെ? അത് ഇപ്പൊ ഞാൻ ഐസ് ക്യൂബ് വെച്ച് റബ്ബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റബ്ബ് ചെയ്തപ്പോ കാണാൻ പറ്റുമോ? തൊട്ടാൻ കാണാൻ പറ്റൂല. ഇവിടെയാണ് വരുന്നത് അല്ലേ? ആ ഭാഗത്താണ്. ഈ പാവത്തിന്റെ ഈ ഭാഗത്താണ് ഇവന്മാർ കളിക്കുന്നത് മുഴുവൻ കേട്ടോ. ഇവിടെയാണ് ചിപ്പ് കയറ്റി വെക്കുന്നത്. ചിപ്പല്ല സാർ, ഇലക്ട്രോണിക് ഡിവൈസ് വെച്ചാണ്. അല്ല, അത് ശരീരത്തിൽ തൊട്ടുള്ള ഡിവൈസ് ആണ് വെക്കുന്നത്. അത് നമുക്ക് അറിയാൻ പറ്റും. ഇലക്ട്രോണിക് ഡിവൈസ് ബോഡിയിലേക്ക് വരുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ആ ഫോക്കസ് ചെയ്യുന്ന ഭാഗം നീര് കയറും, ഇല്ലെങ്കിൽ മുഴച്ചു വരും. എവിടൊക്കെ നീര് കയറിയിട്ടുണ്ട്? അതിന്റെ കാലിന്റെ ഈ ഭാഗത്തൊക്കെ നീരുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്താണ് കുറച്ചത്. പ്രൈവറ്റ് പാർട്ടാണ് അവർ പെയിനായിട്ട് നോക്കണത്. അതിൻ്റെ ഭാഗമായിട്ട് ഇഷ്ടംമാതിരി ആൾക്കാർക്ക് ബ്രസ്റ്റ് മറ്റേ ഹൈബ്രിഡ് പോലെയുള്ള മുഴകളും ഇതെല്ലാം വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം ഞാൻ ഇതിൻ്റെ 2015 ശേഷം ഞാൻ അനലൈസ് ചെയ്ത് ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവന്മാര് എന്റെ ഡേറ്റ വില പഠിച്ച ഡേറ്റാസ് എല്ലാം ഇവന്മാര് ചോർത്തി. ഈ ഡേറ്റ വെച്ച് ഇവന്മാര് മറ്റുള്ളവരെ ഇംപ്ലിമെന്റ് ചെയ്ത് അവരെ കൊണ്ട് പറയിപ്പിക്കുക, അവരെ പ്രശസ്തരാക്കുക, അവരെ ഹൈപ്പ്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് മണ്ടന്മാരെ ആൾക്കാരെ പ്രശസ്തരാക്കുക. അതാണ് സംഭവം. അതാണ് സംഭവം. അപ്പൊ ഈ പറയുന്ന അനുജിക്ക് ഭയങ്കര ബുദ്ധിശാലിയായിട്ടുള്ള ഒരു തലച്ചോറുണ്ട്. ആ തലച്ചോറ് എടുത്ത് പാവപ്പെട്ട അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്തവന്റെ തല. അങ്ങനെയല്ല സാർ, ഞാൻ ബുദ്ധി അങ്ങനെ മനസ്സിലായത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് സ്പിരിച്വൽ ഹൈപ്പിൽ നിൽക്കുന്ന ആളാ. അതെന്ന് പറഞ്ഞ് സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കും പോലെ പ്രാർത്ഥന മറ്റേ തുള്ളിൽ അങ്ങനെയല്ല. നമ്മള് സ്പിരിച്വലായിട്ട് ദൈവികമായിട്ട് ഹൈപ്പിൽ നിൽക്കുന്ന ആളാ. ഒരു കാര്യം പറഞ്ഞാൽ അത് തന്നെ നടക്കും. അല്ലെങ്കിൽ പിന്നെ ഒരു ഇപ്പൊ നിങ്ങളത് വിശ്വസിക്കുമെന്ന് എനിക്കറിയാം. അതായത് 2018 പ്രളയം ഉണ്ടായല്ലോ സാർ. അതിനുശേഷം നമ്മൾ വ്യാപകമായ രീതിയിൽ കാലാവസ്ഥ വ്യതിയാനമൊക്കെ വന്നപ്പോൾ പലരും പറഞ്ഞ്, കാലാവസ്ഥ പ്രവചകർ പറഞ്ഞ് ഒരാഴ്ച മഴ നിൽക്കും. അങ്ങനെ ഇവർ പറയണതെല്ലാം പൊളിഞ്ഞുകൊണ്ടിരുന്നു. അല്ല, അങ്ങനെ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അപ്പം ഞാൻ ചോദിക്കട്ടെ, കാലാവസ്ഥ പ്രവചകർ ഒരാഴ്ച മഴ നിൽക്കും, ഒരാഴ്ച ഒറ്റ ദിവസം കൊണ്ടാണ് എല്ലാം മഴ സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആണോ അല്ലേ? അതിന്റെ റോൾ എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾ വിശ്വസിക്കുന്നു, മഴ സ്റ്റോപ്പ് ചെയ്ത് നിർത്താനുള്ള പവറുണ്ട് അനുജയ്ക്ക്. എന്റെ കൊടുകായി അത് ഭയങ്കര സംഭവമല്ലോ. എനിക്ക് വിശ്വാസമായി. ഞാനെനിക്ക് വട്ടാണെന്ന് വിചാരിക്കരുത്, പ്രേക്ഷകർ വിചാരിക്കല്ലേ. അതുകൊണ്ടാണ്, അതായത് അത് വേണമെങ്കിൽ സയന്റിഫിക് ആയിട്ട് നമുക്ക് പരിശോധനയ്ക്ക് വിധേയക്ക് അതിന് നമ്മൾ റെഡിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇങ്ങനെ പേമാരി വന്നു കഴിഞ്ഞാൽ അനുജ നോക്കി കഴിഞ്ഞാൽ നിൽക്കും. അല്ല, വ്യക്തത വരുത്ത്. അതായത് തലച്ചോറിനകത്ത് നമ്മളിപ്പം സൂര്യൻ ഇല്ലെന്ന് വെച്ചോ, സൂര്യൻ ഇങ്ങനെ സൂര്യൻ വരൂല. നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്ത് ജപിച്ച് സൂര്യനെ അവിടെ കൊണ്ടുവരാനുള്ള പവർ ഉണ്ട്. അനുജയ്ക്ക് പവർ ഉണ്ടെന്നല്ലേ പറയുന്നത്. ഇത് ഇവര് എന്താന്നറിയേ, ഡിഫറെന്റ് ആയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്പിരിച്വലി. ഈ കാര്യങ്ങളൊന്നും പബ്ലിസിറ്റി ആക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട്, കച്ചവടം ആക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത്, അതായത് ചെയ്യണ തെറാപ്പിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞ് ഇങ്ങനെയുള്ള കഴിവുള്ള ഈ തലച്ചോറ് ഒരു കഴിവില്ലാത്തവന്മാര് ചോർത്തി എടുത്തോണ്ടിരിക്കും. അതല്ലേ രത്നം ചുരുക്കമല്ലേ? കഴിവില്ലെന്നല്ല, അവർക്ക് ഓവർ അല്ല. ഈ ഒരു സംഭവം അവർ കാണത്തില്ലല്ലോ. മഴ പെയ്യുന്ന നിർത്താൻ, സൂര്യനെ പൊക്കിക്കൊണ്ടുവരാൻ ഒന്നും അവർ കാണത്തില്ല. പിന്നെ വേറെന്താ കഴിവുണ്ട്? സെൻസിന് അപ്പുറത്തേക്ക്, അതായത് മൂന്നാം കണ്ണുണ്ടോ? അല്ല, തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ അനുജയ്ക്കോ? എവിടെ? സാധാരണ ശിവന് മാത്രം മൂന്നാം കണ്ണുണ്ടല്ലോ സാർ. ഇത് നിങ്ങൾ മണ്ടാന്ന് വിചാരിക്കരുത്. തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ സയന്റിഫിക് ആയിട്ട് അത് പ്രൂവ് ചെയ്യാൻ, മെമ്മറിയിൽ അത് ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ നിന്ന് തരാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അനുജയ്ക്ക് മൂന്നാം കണ്ണുണ്ട്, ശിവന്റെ കൂട്ട് മൂന്നാം കണ്ണുണ്ടെന്ന് പറഞ്ഞു ഇവിടെ അല്ലേ? അങ്ങനെ അന്ധവിശ്വാസമൊന്നും അല്ല. അനുജയ്ക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? മൂന്നാം കണ്ണുണ്ടെന്ന് എങ്ങനെ അറിയാം? അതായത് നമ്മളിപ്പം കണ്ണടച്ചാലും ഈ സൂര്യന്റെ പ്രകാശം മെമ്മറിയിലേക്ക് വരും. അതായത് സാധാരണഗതിയിൽ ചെറിയ പ്രകാശമല്ലേ നമ്മൾ കണ്ണടച്ച് ചെറിയ ഇതേ കാണുള്ളൂ, സാധാരണ കോമൺ ഫാക്ട്. പക്ഷെ കണ്ണടച്ച ഈ ഫുൾ സ്ട്രെങ്തില് സൂര്യന്റെ പ്രകാശം നമ്മളെ മെമ്മറിയിലേക്ക് അകത്തേക്ക് വരും. നേരം സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും.
അപ്പൊ മൂന്നാം കണ്ണും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് ദൈവമല്ല ആയിരിക്കും ഭൂമിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന. അങ്ങനെയല്ല സാർ, പക്ഷെ ഇത്രയും ദൈവിക ശക്തി ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? ദൈവിക ശക്തി ഉണ്ട് പ്രപഞ്ചത്തിൽ ഒരു അതല്ല അനുജയിൽ ദൈവിക ശക്തി ഉണ്ട് 100%. ഏത് ദൈവം കയറിയേക്കുന്നേ? അങ്ങനെ ദൈവം സൂര്യഭഗവാനാണോ? അല്ല, സൂര്യഭഗവാൻ അങ്ങനെയല്ല. 16 വയസ്സ് തൊട്ട് ദൈവീയ ദർശനം പോലെ കൃഷ്ണനെയും ഗുരുവായൂരപ്പനെയൊക്കെ ഞാൻ ഇങ്ങനെ ദർശനം 2-3 കൊല്ലത്തിലൊക്കെ കണ്ടോണ്ടിരുന്ന ആളാ. ദർശനം അത് നാച്ചുറൽ സാധനം ബേസ് ചെയ്താണ് കണ്ടോണ്ടിരിക്കുന്നത്. നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് നാച്ചുറൽ, അതായത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ ഇപ്പൊ കൃഷ്ണന് ഒരു കഥ പറഞ്ഞുതരാം. കഥയില്ല, നടന്ന കാര്യം. ഡെയിലി ഞങ്ങളെ വീട്ടിൽ നിന്ന് കുടുംബത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണം ഒരു പാറ വഴിയാ. അപ്പം അതായത് ഞങ്ങൾ പാറയിൽ കൂടെ പോകുന്നു, അമ്മ കൂടെ ഉണ്ട്, പാറയുടെ സൈഡിൽ ഭയങ്കര ഒരു പ്രകാശം ഇങ്ങനെ നിൽക്കണം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് അമ്മ അത് ചിലപ്പം നിധി എന്തെങ്കിലും ആയിരിക്കും, നിങ്ങൾ നോക്കിയിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പാറപ്പുറത്ത് വന്ന് നിന്നപ്പോൾ പട എന്താ പറയണ ഇടിമിന്നൽ പടപട ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം, നല്ല ഇടിമിന്നൽ. അങ്ങനെ ഞാൻ പാറയിൽ ഇങ്ങനെ നോക്കിയിരുന്നപ്പം കൃഷ്ണന്റെ ഓടക്കുഴൽ നാദവും കൃഷ്ണനെ ഞാൻ കൃത്യമായിട്ട് കണ്ടു. ഇല്ല, ഇത് കറക്റ്റ് ആയിട്ട് ഞാൻ കണ്ടതാ. അപ്പോഴും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങളെ നാട്ടിൻപുറത്തുകാരായതുകൊണ്ട് ഞങ്ങള് വീട്ടിലുള്ള ആൾക്കാർ ഇത് പറഞ്ഞ് വിശ്വസിക്കും. ഇല്ല സാർ, കണ്ണന്റെ ഓടക്കുഴൽ നാദവും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് 6-7 മാസം കഴിഞ്ഞ് ഞാൻ ഗുരുവായൂരപ്പന്റെ ദർശനം കിട്ടിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ എന്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതൊന്നും ഞാൻ പബ്ലിസിറ്റി ചെയ്യാൻ ആഗ്രഹിക്കാത്ത. എന്തായാലും ചുരുക്കി പറഞ്ഞ ദൈവം ഉണ്ട് ഉള്ളില്. അപ്പൊ ഞാൻ വേറെ ചോദിക്കട്ടെ, അപ്പൊ പ്രവചനമായിട്ട് എന്തെങ്കിലും നടക്കാൻ പോകുന്ന കാര്യം പറയാൻ പറ്റുമോ? എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല സാർ, നമുക്കിപ്പൊ തന്നെ ഇപ്പൊ ഈ 2023 വരാം. എന്റെ കൃഷ്ണനാണ് സത്യമായിട്ട് പറയണ്, ഈ ഇവിടെ വന്ന അതായത് 99% ഇപ്പം മഴ കൺട്രോൾ ചെയ്ത്, അതായത് ഒറ്റ ദിവസം കൊണ്ട് മഴ സ്റ്റോപ്പ് ചെയ്ത് നിർത്താനുള്ള പവർ എനിക്കുണ്ട്. അതായത് 2023 ലാസ്റ്റ് എൻഡ് വരെ ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്ത്. പക്ഷേ 24-ലേക്ക് ആയപ്പോഴേ എനിക്ക് കറക്റ്റ് മനസ്സിലായി എൻ്റെ ഡേറ്റാസ് ചോർത്തി ഓരോരുത്തരും ഓരോ ദൈവങ്ങളായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഇപ്പൊ ഒരാഴ്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി. മഴ ദൈവമേ, ബാക്കി എല്ലാവരും ദൈവമുണ്ട്, മഴയ്ക്ക് മാത്രം ദൈവമില്ല. മഴ ദൈവമൊന്നുമല്ല സാർ, സാർ അതങ്ങനെ വിളിക്കരുത്. എനിക്ക് മഴ പെയ്യിപ്പിക്കാനല്ല, മഴ സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റും. കർണാടകയിൽ ഒരു ചെറുക്കൻ കിടന്ന് മണ്ണിന്റെ അടിയിലാണ്, അവിടുത്തെ മഴ നിർത്താൻ പറ്റുമോ? മഴ നിർത്താൻ എന്ന് വെച്ചാൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ല, ഇവിടുത്തെ മറ്റുള്ള സ്ഥലങ്ങളിൽ മഴ നിർത്താൻ പറ്റുമോ? അതെനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇവിടുത്തെ കേരളത്തിലെ മഴ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. 100% ആണ്. 2018, 2019 സമയങ്ങളിൽ വ്യാപകമായ രീതിയിൽ ന്യൂനമർദ്ദം വരുമെന്ന് പറഞ്ഞ് അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് ന്യൂനമർദ്ദം സ്റ്റോപ്പായി. സ്റ്റോപ്പ് ആക്കിയത് തന്നെയാണ് എന്റെ ഹാർഡ് വർക്കിംഗ്, എന്റെ ദൈവീയ സ്ഥിതി. ഒരു കാര്യം ഇല്ലാതെ ഒരാൾ ഡേറ്റ് എടുക്കൂലല്ലോ. അപ്പൊ എന്തായാലും ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അപ്പൊ അനുജ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും സാധിക്കും, മഴ നിർത്തും, സൂര്യനെ കൊണ്ടുവരും, അങ്ങനെയുള്ള അത്ഭുത കഴിവുകളൊക്കെ ഉണ്ട് അല്ലേ? കാരണം ഇങ്ങനെയുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പ്രകൃതി നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ദൈവിക ശക്തി, ഒരു ദൈവിക ശക്തി പ്രപഞ്ചത്തിലുണ്ട്. പക്ഷെ അതിനൊന്നും ഞാൻ കാശ്. അപ്പൊ ഇനി എനിക്ക് ഒരൊറ്റ കാര്യമുണ്ട്. ഈ സാധാരണ നമ്മൾ ശിവന്റെ ഇത് കണ്ടിട്ടുണ്ട്, മൂന്നാം കണ്ണ് കണ്ടിട്ടുണ്ട്. ഇത് എവിടെ ആയിരിക്കും ഈ മൂന്നാം കണ്ണ്? മൂന്നാം കണ്ണ് ഇത് നമ്മൾ ഇപ്പം ഒരു കറുത്ത തുണി നമ്മളെ തലയിൽ ഇട്ടിട്ട്, മനസ്സിലായല്ലേ? ഇപ്പൊ നമ്മൾ തലയിൽ ഇട്ടാൽ പോലും പ്രകാശം ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ല, ഇപ്പൊ ഇവിടെ ശരീരത്തിൽ എവിടെയാണ് മൂന്നാം കണ്ണ് ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്? ഏത് ഭാഗത്തായിരിക്കും? തലയ്ക്കകത്തായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രത്തോളം കഴിവുള്ള ആളുടെ തലച്ചോറ് അടിച്ചോണ്ട് പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അല്ലേ? അവര് മനസ്സിലാക്കി. അപ്പൊ ഞാൻ വിചാരിച്ചെന്നറിയോ, വേറെ ഒരു തെറാപ്പിസ്റ്റ് ആണെന്ന് വിചാരിച്ചു. പക്ഷെ ഇത്രയും കഴിവുള്ള ആളുടെ തലച്ചോറ് ഞാനല്ല, ആരും അടിച്ചോണ്ട് പോകും. ആ സാറ്, ബ്രഹ്മ സാർ എന്നോട് പറഞ്ഞെന്തായിരുന്നു അറിയാം, താൻ ചിന്തിക്കും പോലെ ചിന്തിച്ചാൽ മതി, താൻ ഇരിക്കും പോലെ ഇരുന്നാൽ മതി, താൻ ചെയ്യണ കാര്യം മാത്രം എനിക്ക് എടുത്താൽ മതി. അന്ന് അതിന്റെ അർത്ഥം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ ഓക്കൽ കോഡ് വഴി തലച്ചോറിൽ സംസാരം കേൾപ്പിച്ചിട്ട് അതാണ് ഞാൻ സംസാരിക്കണെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പണിഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, അപ്പൊ എന്തായാലും ചുരുക്കി പറഞ്ഞാൽ നമ്മളെ വളരെ ആകാംക്ഷയോടാണ് അനുജ അടുത്ത് വന്നേക്കുന്നത്. അനുജ ആരാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇത്രയും കഴിവുള്ള ആളുടെ തലച്ചോറ് അടിച്ചോണ്ട് പോകും, അതിന്റെ കുറച്ച് മാഫി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സത്യമല്ലേ? അപ്പൊ ഒരുപാട് പരാതി കൊടുത്തിട്ടുണ്ടല്ലേ? പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് പരിഹാരമായിട്ടില്ല. ഇതിന് ഇവിടെ വരുമ്പോഴേ, അതായത് സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ വന്നിട്ട് പോലും പരിഹാരം
ഉണ്ടായില്ല. പക്ഷെ വനിതാ കമ്മീഷനിൽ അവർ എഴുതി വെച്ച് ഇനി എന്നെ കൊണ്ട് ഡേറ്റ് ചെയ്യൂ, എന്നെ വെച്ച് ചോർത്തു. നമ്മൾ സംസാരിക്കുന്ന ആരോ കണ്ടോണ്ടിരിക്കുവാണ്. അപ്പൊ ഇനിയിപ്പോ എങ്ങനെ ഈ ധൈര്യത്തിൽ വീട്ടിൽ പോകും? കാരണം എനിക്ക് രഹസ്യം പുറത്തു വിട്ടില്ലേ? ഓക്കെ, അത് കറക്റ്റ് ആണ്. ഇനിയിപ്പോ എങ്ങനെ വീട്ടിൽ പേടിക്കാനല്ല, ദൈവം ഉണ്ടല്ലോ സാർ കൂടെ. അപ്പൊ എങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നെങ്ങനായിരുന്നു? 2-വീലറിൽ. അപ്പൊ ഇനി വളരെ സൂക്ഷിച്ചു പോകണ്ടേ അല്ലേ? അപ്പൊ എന്തായാലും ഒരു പാവപ്പെട്ട സ്ത്രീ ജീവൻ വെച്ചുള്ള കളിയാണ്. കാരണം ഏത് സമയത്തും മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ സ്ത്രീ പോകുന്നത് അല്ലേ? പേടിയുണ്ടോ മരിക്കാൻ പേടിയൊന്നുമില്ല. ഈ ഒരു ദൈവത്തെ നമുക്ക് നഷ്ടപ്പെടത്തില്ലേ അങ്ങനെ സംഭവിച്ചാല്? മരിക്കാൻ പേടിയില്ല. പക്ഷെ ഈ പറഞ്ഞതെല്ലാം ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു 100% ആണ് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ച് തന്നിരിക്കും. ഒരു മാറ്റമില്ല. പറയണ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അനുജ, ഈ മഴ പെയ്യോ ഇല്ലെന്നൊക്കെ അറിയാൻ പറ്റും അല്ലേ? ഇനിയിപ്പോ ഈ ദിവസങ്ങളിൽ മഴ പെയ്യുവോ ഒന്ന് പറ. സാർ ഇനി മഴ പെയ്യത്തില്ല. ഇപ്പോഴും പറയണത് 5 ദിവസം നിൽക്കുമെന്നാണ്. എന്തായിരുന്നാലും ഇന്നലെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയ സ്ഥിതിക്ക് ഇനി പെയ്യത്തില്ല. ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമൊക്കെ പിരിച്ചുകൊണ്ട് സമയം അതിക്രമിച്ചു. ഇവിടെ അനുജ ജീവനുണ്ട്. അല്ല സാർ, ഒരിക്കലും അവരെ കഴിവിനും സാമർത്ഥ്യത്തിനനുസരിച്ച് അവർ ചെയ്യണതാ. ഇത് പിന്നെ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യണതാണ്. ഇതിലൊരു പേരും പ്രശസ്തി വേണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങണം, എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യണം. അതിന് മറ്റുള്ളൊരു തടസ്സം. അപ്പൊ എന്തായാലും എനിക്ക് ഒന്നേ ഉള്ളൂ, ഇത്രത്തോളം ഭയങ്കര കഴിവുള്ള ബുദ്ധിശാലിയായിട്ടുള്ള അനുജയുടെ തലച്ചോറ് അടിച്ചുകൊണ്ട് പോവാൻ നമ്മൾ സമ്മതിക്കരുത്. കാര്യം അനുജ നമ്മുടെ സ്വത്താണ്, നമ്മുടെ സ്വന്തമാണ് അല്ലേ? എന്തായാലും അനുജയുടെ ഈ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് ഒരു പുതിയ അറിവായിരിക്കും. കിടിലമാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഒരുപാട് കഴിവുള്ള ആൾക്കാർ. നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നത് വളരെ വൈകിട്ടായിരിക്കും അല്ലേ? നമ്മൾ പ്രേക്ഷകർ ഇപ്പൊ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതെ, ഇത്രയും ദിവസമെങ്കിലും ഇനിയെങ്കിലും എനിക്കത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നോട് ചെയ്യണ നന്ദികേടാ. കാരണം എന്താ വെച്ചാൽ ഇതുവരേക്കും ഞാൻ പബ്ലിക്കായിട്ടോ അല്ലാതെയോ ഒന്നും പറഞ്ഞിട്ടില്ല ആരോടും. ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തിയത് ആരാണെന്നും എൻ്റെ ഫാമിലിക്ക് ഇട്ട് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കണ എന്നെ കിട്ടാത്തതിൻ്റെ പേരിൽ ആരാണെന്നും നല്ലവണ്ണം അറിയാം. അപ്പോൾ ഇവിടുത്തെ നീതി, ന്യായം, കോടതി, പോലീസ് ഇവരെല്ലാം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നത് നന്ദിയായിരിക്കും. അപ്പം നമ്മുടെ അനുജയുടെ സമയമായി. ഇത്രയും നാൾ ഉള്ളിൽ അടക്കി പിടിച്ചിരുന്ന ആ രഹസ്യമാണ് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവച്ചത്. എന്തായാലും അനുജയുടെ വിശേഷങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും. അതുവരേക്കും നമുക്ക് ടാറ്റ കൊടുത്ത് പിരിയാം. അനുജ പോട്ടെ, ഇവിടെ തന്നെ ഇരിക്കുവോ? ഇറങ്ങുവാണോ? ഓക്കെ, ശരി. ഓക്കെ, സൂക്ഷിച്ചുകൊണ്ട് പോണേ. വണ്ടികൾ വളരെ സൂക്ഷിച്ചു പോകണം കേട്ടോ. ഓക്കെ, ടാറ്റ.